ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയ. ജീവനോടൊന്ന് പറയാമോ? ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ നമ്മൾ ആരാധനയ്ക്കായി ഒരുങ്ങുകയാണ്. അതിന് മുന്നോടിയായി ദൈവം നമ്മോട് സംസാരിച്ച എല്ലാ കാര്യങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. അല്പസമയം കൂടെ നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഈ സമയം നമ്മൾ ഉപയോഗിക്കുകയാണ്. ലോകം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ. രാജ്യങ്ങൾ തമ്മിലും രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ജനങ്ങൾ തമ്മിലും എല്ലാം സമാധാനം നഷ്ടപ്പെട്ട ഒരു തലമുറയിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുക. നമ്മുടെ നാടും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല മേഖലയും, ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ പോലും സമാധാനമില്ലാത്ത അവസ്ഥയുണ്ടാകാം. എന്നാൽ പ്രാർത്ഥനയിലൂടെ സമാധാനം നിറയുവാൻ കർത്താവ് ഈ സമയം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ണുകളടച്ച്, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരിക്കൽ കൂടി എഴുന്നേറ്റുകൊണ്ട് കണ്ണുകളടച്ച് കരങ്ങളൊന്ന് കുപ്പിപ്പിടിക്കാം. ഈശോയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, ലോകം നൽകുന്നത് പോലെ അല്ലാതെ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ അതൊന്ന് കോംപ്രമൈസ് ആക്കി കഴിഞ്ഞാൽ അവിടെ സമാധാനം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതല്ല, യഥാർത്ഥ സമാധാനം എന്ന് പറയുന്നത് യേശുവിൻ്റെ ഭരണം ഈ ലോകത്തിൻ്റെ മേൽ വരണം. യേശുവിനെ സകല മനുഷ്യരും അറിയണം. ക്രിസ്തുവിനെ അറിയാത്ത, അതുകൊണ്ടാണ് കർത്താവ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. യേശുവിൻ്റെ സമാധാനം അറിയണം എന്നുണ്ടെങ്കിൽ ഈ ലോകം മുഴുവനും സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കാം. ഈ രാത്രിയിൽ നമ്മൾ ഏത് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നമ്മൾ താമസിക്കുന്ന ദേശത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനമാണല്ലോ സമാധാനം നൽകുന്നത്. ലോകം മുഴുവനും അങ്ങയുടെ വചനം സ്വീകരിക്കുവാൻ വേണ്ടി, വചനത്താൽ നിറയപ്പെടുവാൻ വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, യേശുവിന്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വലതുകരം നീട്ടണമേ. കർത്താവിനെ അറിയാത്ത എല്ലാ രാജ്യങ്ങളെയും ദേശങ്ങളെയും ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗോത്രങ്ങളെയും വംശങ്ങളെയും ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നൈറ്റ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും താമസിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ആ ദേശത്തിന് വേണ്ടിയും ആ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. യേശുവേ, ഈ രാത്രിയിൽ, അനുഗ്രഹത്തിന്റെ രാത്രിയിൽ ലോകത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെല്ലാം അമ്മ പറഞ്ഞു, ലോക സമാധാനത്തിന് വേണ്ടി മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തി, ഹൃദയം ഉയർത്തി യേശുവിനെ വിളിക്കാം. കർത്താവിന്റെ കരങ്ങൾ, നീളം കുറയാത്ത കർത്താവിന്റെ കരങ്ങൾ, മാന്യം സംഭവിക്കാത്ത കർത്താവിന്റെ കാതുകൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കട്ടെ. സ്തുതിക്കുന്നു. കർത്താവെ, സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ വചനം ലോകം മുഴുവൻ എത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം കടന്നു ചെന്നിട്ടില്ലാത്ത എല്ലാ ദേശങ്ങളെയും സമർപ്പിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ അറിഞ്ഞിടട്ടെ ലോകരാജ്യങ്ങൾ, യേശുവേ അറിഞ്ഞിടട്ടെ ആഗ്രഹത്തോടെ, യേശുവേ അറിഞ്ഞിടട്ടെ, യേശുവേ അറിഞ്ഞിടട്ടെ. നിൻ സ്നേഹം, നിൻ സ്നേഹം, നിൻ സ്നേഹം അറിഞ്ഞിടട്ടെ. നിൻ സ്നേഹം, നിൻ സ്നേഹം, നിൻ സ്നേഹം അറിഞ്ഞിടട്ടെ. യേശുവേ അറിഞ്ഞിടട്ടെ, യേശുവേ അറിഞ്ഞിടട്ടെ, യേശുവേ അറിഞ്ഞിടട്ടെ, യേശുവേ അറിഞ്ഞിടട്ടെ. ഈ രാത്രിയിൽ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് തിരുസഭയെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടങ്ങൾ സഭയും സഭാമക്കളും ഏറെ വേദനകളിലൂടെ കടന്നു പോകുന്നു.
സഭയും സഭാ സംവിധാനങ്ങളും സമൂഹ മധ്യത്തിൽ അപമാനിക്കപ്പെടുന്നു. പ്രിയരെ, ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിലൂടെ സഭ അപമാനിക്കപ്പെടുമ്പോൾ, വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ അപമാനിതരായിത്തീരുമ്പോൾ ഒരുപക്ഷെ നമ്മളും അത് ആസ്വദിച്ചു പോയിട്ടുണ്ടാവാം. പ്രിയരെ, രാത്രിയിൽ ദൈവകരങ്ങളിലേക്ക് സഭയെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളാണ് പ്രിയരെ സഭ. നമ്മൾ ഓരോരുത്തരുമാണ് സഭ. സഭയില്ലെങ്കിൽ നമ്മളില്ല. സഭയില്ലെങ്കിൽ ഈ സംവിധാനങ്ങളൊന്നുമില്ല. ഈ ആരാധനകളോ പ്രാർത്ഥനകളോ ഇല്ല. ദിവ്യബലികളോ ആരാധനകളോ ഇല്ല. സഭയില്ലെങ്കിൽ ഒന്നുമില്ല. അതിനാൽ ഈ രാത്രിയിൽ ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഈശോ പത്രോസിനെ നോക്കി പറഞ്ഞു, പത്രോസേ, നീ പാറയാകുന്നു. ഈ പാറമേൽ തിരുസഭ ഞാൻ പണിയും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. പ്രിയരെ, തകർക്കുവാൻ സാധിക്കാത്ത പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഈ രാത്രിയിൽ ദൈവകരങ്ങളിലേക്ക് സഭയെ ചേർത്ത് വെച്ച്, സഭയുടെ സംവിധാനങ്ങളെ ചേർത്ത് വെച്ച്, എല്ലാ പുരോഹിതരെയും കണ്ടുകൊണ്ട്, എല്ലാ സന്യസ്തരെയും കണ്ടുകൊണ്ട്, വിവിധ ദേശങ്ങളിൽ പീഡനമേൽക്കുന്ന സഭാമക്കളെ സമർപ്പിച്ചുകൊണ്ട് ഈ രാത്രിയിൽ ആരാധിക്കാമോ? യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? സഭയുടെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ, പരിശുദ്ധാത്മ സാന്നിധ്യം നിറയട്ടെ. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. ഏറെ വാത്സല്യത്തോടെ രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് ശാലോം മിനിസ്ട്രിക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? അന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്വപ്നങ്ങളെല്ലാം ഈ ശുശ്രൂഷയിലൂടെ പൂർത്തീകരിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവേ, ശാലോം മിനിസ്ട്രിയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ശാലോമിന്റെ ടെലിവിഷൻ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി മാറട്ടെ. പ്രസിദ്ധീകരണ ശുശ്രൂഷകൾ അനുഗ്രഹമായി മാറട്ടെ. ശാലോമിന്റെ ഇന്റർസെഷൻ മിനിസ്ട്രി അനുഗ്രഹമായി മാറട്ടെ. ശാലോമിന്റെ ഔട്ട്റീച്ച് മിനിസ്ട്രികൾ അഭിഷേകമുള്ളതായി മാറട്ടെ. കർത്താവേ, ശാലോമിനെ സഹായിക്കുന്ന എല്ലാ സഹകാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി ശാലോമിന്റെ നേതൃത്വത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശാലോം എന്നും സഭയ്ക്ക് ഒരു വലിയ ശക്തിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് ഈ നൈറ്റ് വിജിൽ പങ്കെടുക്കുന്ന ആയിരങ്ങളെ കണ്ട് കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശു നാമത്തിൽ ശാലോം കുടുംബം അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശു നാമത്തിൽ ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശു നാമത്തിൽ ശാലോം നൈറ്റ് വിജിൽ പങ്കെടുക്കുന്നവർ അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശു നാമത്തിൽ ശാലോമിന്റെ ആഗോള ശുശ്രൂഷകൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ശാലോമിന്റെ നേതൃത്വം പരിശുദ്ധാത്മാവിൽ നിറയപ്പെടട്ടെ. സഭയ്ക്ക് ഒരു അനുഗ്രഹമായി ശാലോം മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യരൂപിയാം നിത്യദൈവമേ, കത്തിപ്പടരണമിവിടെ. സത്യരൂപിയാം നിത്യദൈവമേ, കത്തിപ്പടരണമിവിടെ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ആരാധനയ്ക്ക് നാം ഒരുങ്ങിയിരിക്കുകയാണ്. ഈ സമയം വരെയും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനകൾ പങ്കെടുക്കുകയും അതുപോലെ തന്നെ വചനം കേൾക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഇതിൻ്റെ സമാപ്തിയിൽ ദിവ്യകാരുണ്യനാഥനെ നമ്മൾ ഹൃദയം തുറന്ന് നമ്മൾ ആരാധിക്കണം. ഒരുപക്ഷെ ഈ ആലയത്തിൽ വന്നതിന് ശേഷം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരികയില്ലായിരിക്കാം. എനിക്കൊന്നും മനസ്സിലായിട്ടും ഇല്ലായിരിക്കാം. പക്ഷേ എങ്കിലും പ്രിയരെ, ഈ അവസാന മണിക്കൂറിൽ കർത്താവ് ഈ ആലയത്തിലേക്ക് ഇറങ്ങി വന്ന് ഇന്നും ജീവിക്കുന്നവനായ ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ ഈ അനുഗ്രഹം നമ്മൾ പിടിച്ചു വാങ്ങണം. ബുദ്ധിയെല്ലാം സമർപ്പിച്ചുകൊണ്ട്
നമുക്ക് ആരാധനാ ഗാനം പാടി ഏറ്റവും എളിമയോടെ ഈശോയെ നമുക്ക് ഈ ബലിവേദിയിലേക്ക് ക്ഷണിക്കാം. നമ്മുടെ ഹൃദയം തുറന്ന് ഒരു ശിശു മനോഭാവത്തോടെ നമുക്ക് ആരാധിക്കാം. ഈശോ മിശിഹാ മുട്ടുമേൽ നിൽക്കാം. ആഗതനാകുന്നു ഭൂവിൽ ഈശോ മിശിഹാ ആഗതനാകുന്നു ഭൂവിൽ ശിരസ് നമിച്ച് ഈശോ കരങ്ങൾ വീശി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ ആരാധന അങ്ങേക്ക് ആരാധന യേശുവേ അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന യേശുവേ അങ്ങേക്ക് ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഈ അനുഗ്രഹീതമായ സമയം ഞങ്ങളെ തന്നെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമ്പൂർണമായി നൽകുന്നു. ഞങ്ങളെ അവിടുന്ന് കൈകളിലെടുക്കുന്നതിന്, വാഴ്ത്തുന്നതിന്, മുറിക്കുന്നതിന്, അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ കർത്താവേ, നീ പരിശുദ്ധനാണല്ലോ. ഞങ്ങളാകട്ടെ അശുദ്ധമായ അധരങ്ങളുള്ളവർ, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവരും. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധിയെ ഞങ്ങൾ പ്രകീർത്തിക്കുമ്പോൾ
ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധരായി മാറുമെന്ന് ഞങ്ങൾക്കറിയാം. ഈശോയിലേക്ക് നമുക്ക് നോക്കാം. കർത്താവിലേക്ക് നമ്മുടെ ദൃഷ്ടി നമുക്ക് ഉറപ്പിക്കാം. അവൻ പരിശുദ്ധനാണ്. നമ്മുടെ കർത്താവ് പരിശുദ്ധനാണ്. കോടിക്കണക്കിന് മലാഖമാരും സിറാഫുകളും കെരൂബുകളും ദൈവദൂതന്മാർ സകലതും വണങ്ങുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ അവരോട് ചേർന്ന് കർത്താവിൻ്റെ പരിശുദ്ധിയെ നമുക്ക് വണങ്ങാം, ആരാധിക്കാം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ഓ മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, നീ പരിശുദ്ധനാകുന്നു. ദിവ്യകാരുണ്യ ഈശോയിലേക്ക് ഇരു കരങ്ങളും നമുക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, കുഞ്ഞുങ്ങൾ, രോഗാതുരമായ സാഹചര്യങ്ങളിൽ കഴിയുന്നവർ, ജീവിതത്തിൽ നിരന്തരം മുറിവുകൾ ഏൽക്കുവാനിട വന്നിട്ടുള്ളവർ, വിശ്വസിക്കുന്നവർ, വിശ്വാസത്തിൽ കുറവുള്ളവർ, സ്നേഹത്തോടെ ഈ അനുഗ്രഹത്തിൻ്റെ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഓ ദൈവജനം മുഴുവനോടും ചേർന്ന് ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ഓ മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരെ, പരിശുദ്ധനാകുന്നു. ഓ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, നീ പരിശുദ്ധനാകുന്നു. കുരിശാകൃതിയിൽ കരങ്ങൾ പിടിച്ച്, കരങ്ങൾ വിരിച്ച് കർത്താവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തി നമുക്ക് ഒന്നു ചേർന്ന് നന്ദി പറഞ്ഞ് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ പരിശുദ്ധി കൊണ്ട് ദൈവജനം മുഴുവൻ നിറയപ്പെടട്ടെ. ഈ അനുഗ്രഹീതമായ സമയത്ത് ദൈവമക്കളെല്ലാം നിറയപ്പെടട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധി കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെട്ടുകൾ പൊട്ടിത്തെറിക്കട്ടെ. കർത്താവിൻ്റെ ഗ്ലോറിയസായ സാന്നിധ്യം കടന്നു വരട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ മഹത്വം ഇപ്പോൾ വെളിപ്പെടട്ടെ. ഈശോയുടെ തിരുമുഖം ദൈവജനം കാണട്ടെ. കർത്താവിൻ്റെ മഹത്വം ദൈവജനം കാണട്ടെ. പീഡിതർ ആശ്വസിപ്പിക്കപ്പെടട്ടെ. കരയുന്നവരുടെ കണ്ണുനീർ ഒപ്പടട്ടെ.
കർത്താവിന്റെ സാന്നിധ്യം നിറയപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം. ഓ ഈശോയെ, നീ ഞങ്ങളെ വിളിച്ചുവല്ലോ, നീ ഞങ്ങളെ സ്നേഹിച്ചുവല്ലോ. അനേകരിൽ നിന്ന് വ്യത്യസ്തരായി നീ ഞങ്ങളെ നിനക്കായി മാറ്റി നിർത്തിയല്ലോ. ദൈവമേ, നീ ഞങ്ങളെ കൈകളിലെടുക്കുവാൻ തക്ക വിധത്തിൽ എന്ത് യോഗ്യതയാണ് ഞങ്ങൾക്കുള്ളത്? നിന്നെ ആരാധിക്കുവാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ അധരത്തിന് എന്ത് പരിശുദ്ധിയാണുള്ളത്? അതെ ഈശോ, അങ്ങയുടെ നാമത്തെ സ്നേഹത്തോടെ ഞങ്ങളിപ്പോൾ സമീപിക്കുന്നു. ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ പലവട്ടം വീണു പോകുന്നവരാണ്, ഒട്ടേറെ തെറ്റിന്റെ പിറകെ, തിന്മയുടെ പിറകെ യാത്രയാകുന്നവരാണ്. ഏതെങ്കിലും മുറിവുകൾ വരുമ്പോൾ പരിഭവങ്ങളും പരാതികളും പറയുന്നവരാണ്. കർത്താവേ, അങ്ങയുടെ കരുണ അങ്ങ് ഞങ്ങളുടെ മേൽ അയക്കണമേ. സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ സ്നേഹമേ, ദിവ്യ സ്നേഹവാത്സല്യമേ, നിൻ കാരുണ്യം ചൊരിയണമേ, നിൻ കാരുണ്യം ചൊരിയണമേ, നിൻ കാരുണ്യം ചൊരിയണമേ, നിൻ കാരുണ്യം ചൊരിയണമേ. ഇന്ന് ഈ ആരാധനയിൽ ഒട്ടേറെ ഡിപ്രഷന് വിധേയമായിരിക്കുന്ന മനുഷ്യര് പങ്കുകാരാകുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോ ബന്ധുക്കളോ പ്രിയപ്പെട്ടവരോ ആയിരിക്കാം. ഇതാ, വിവിധങ്ങളായ ഡിപ്രഷൻ മൂലം, മാനസികമായ സംഘർഷങ്ങൾ മൂലം ക്ലേശിക്കുന്ന, വിഷമിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മകനെ, മകളെ, ഈ രാത്രിയിൽ ദൈവം നിന്നെ സ്പർശിക്കും. അവിടുന്ന് നിന്നെ വീണ്ടെടുക്കും. നിനക്കൊരു പുതിയ ജീവൻ തരും. നിന്റെ വിപരീതമായ എല്ലാ സാഹചര്യങ്ങളിൽ നിന്ന് അവിടുന്ന് നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും. അതെ, ഈ ദിവസം നിനക്ക് വേണ്ടിയാണ്. കർത്താവേ, തകർന്ന എല്ലാ ദൈവമക്കളെയും പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. വീണു പോയവരെ പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. തളർന്നുപോയ കരത്തെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. വീണു പോയവരെ പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, ഇരു കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞ് എല്ലാവരും ഈശോയോട് കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, മക്കൾ. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ വേണ്ടേ? നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് കർത്താവിന്റെ കൃപ വേണ്ടേ? സ്നേഹത്തോടെ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി എല്ലാവരും കരഞ്ഞേൻ, എല്ലാവരും യാചിച്ചേൻ. അവന്റെ കൃപ നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നുണ്ട്. അവന്റെ ശക്തി നമ്മളുടെ മേൽ ഇറങ്ങി വരുന്നുണ്ട്. സ്വർഗം നമ്മുടെ മേൽ ചായ്ക്കപ്പെടുന്നുണ്ട്. അനുഗ്രഹത്തിന്റെ ചാലുകൾ നമ്മുടെ മേൽ ചൊരിയപ്പെടുന്നുണ്ട്. അതെ, കൃപയുടെ നാഥൻ ഇറങ്ങി വരുന്നു. കൃപയുടെ നാഥൻ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു. നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നു. ജോലി സ്ഥലത്തിലേക്ക് ഇറങ്ങി വരുന്നു. തകർന്നു വരുന്ന സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. ഓ, കൃപ വേണമപ്പ. സ്നേഹത്തോടെ കൃപ വേണമപ്പ, കൃപ വേണമപ്പ, മക്കൾക്ക്. സ്നേഹത്തോടെ പാടിയേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, മക്കൾക്ക്. തകർന്ന ജീവിത സാഹചര്യങ്ങളെ ഉയർത്തിക്കൊണ്ട്, തകർന്ന കുടുംബത്തെ ഉയർത്തിക്കൊണ്ട്, പ്രിയപ്പെട്ട വരും തലമുറകളെ ഉയർത്തിക്കൊണ്ട് സ്നേഹത്തോടെ നമ്മൾ ഈശോയോട് പറയുന്നു. അവനോട് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. രഹസ്യ ജീവിതത്തിലെ തകർച്ചകളും ഉയർത്തിക്കൊണ്ട് സ്നേഹത്തോടെ നമ്മുടെ കർത്താവിനോട് പറയുന്നു. ഓ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ. ഈ രാത്രി ഞങ്ങൾക്ക് കൃപ വേണം. നിന്റെ കൃപ ഞങ്ങൾക്ക് വേണമപ്പ. സ്നേഹത്തോടെ കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ
കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക്. ഈശോയുടെ മുമ്പിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങളെല്ലാവരും അങ്ങയുടെ കൃപയെ തേടി ഈ സന്ധ്യയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അവിടുന്ന് നോക്കിക്കാണണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ അവിടുന്ന് തുറക്കണമേ. ഇതാ അന്നവർ വഞ്ചിയിൽ യാത്രയാവുകയായിരുന്നു. കാറ്റും കോളും മൂലം വഞ്ചി ആടി ഉലഞ്ഞു. ആടി ഉലയുന്ന ആ വഞ്ചി ഞാനാണ്, നിങ്ങളാണ്, നമ്മുടെ വീടാണ്, നമ്മുടെ സഭയാണ്, നമ്മുടെ സമൂഹമാണ്. ആടി ഉലയുന്നു. ആടി ഉലയുന്ന നേരത്ത് കാറി കരയാൻ മാത്രമാണ് വലിയ ബലമുണ്ടെന്ന് കരുതുന്ന മനുഷ്യന് പോലും കഴിയൂ. അവർ ഇതാ വിശ്വാസത്തിൻ്റെ വീരന്മാർ എന്ന് കരുതിയവർ കാറി കരയാൻ തുടങ്ങി. അയ്യോ, ഞങ്ങൾ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ ഈശോ പറഞ്ഞു, ഇത് ഞാനാണ്. ഇറ്റ് ഈസ് ഐ, ഡോണ്ട് ബി അഫ്രൈഡ്. ഇത് ഞാനാണ്, ഇത് ഞാനാണ്, ഇത് ഞാനാണ് എന്ന് കടലിനെയും കാറ്റിനെയും ശാസിച്ചുകൊണ്ട് പറഞ്ഞ അതേ ഈശോ തന്നെയാണ് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ദിവ്യകാരുണ്യമായി നമ്മുടെ ഇടയിലായിരിക്കുന്നത്. വിശ്വാസത്തോടെ നമുക്ക് നോക്കാം. ഈശോ പറയുന്നു നമ്മളോട്, ഇത് ഞാനാണ് മകനെ, ഇത് ഞാനാണ് മകളെ, ഇത് ഞാനാണ്. നമുക്ക് ഇരു കരങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. സ്നേഹത്തോടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും കർത്താവിലേക്ക് നമുക്ക് കൊടുക്കാം. നീ സമൂഹത്തിലായിരിക്കുന്നവരെ മാത്രമല്ല, ഭവനങ്ങളിലായിരിക്കുന്നവർ, രോഗികളായി കഴിയുന്നവർ, ആരും പ്രാർത്ഥിക്കാനില്ലാത്തവർ, ഒരു ദൈവത്തെ പോലും വിളിച്ചപേക്ഷിക്കാൻ തക്ക വിധത്തിലുള്ള മാനസികമായ അവസ്ഥയിലല്ലാത്തവർ, എല്ലാം തീർന്നുവെന്ന് കരുതുന്നവർ, പുകഞ്ഞ തിരിയാണെന്നും ചതഞ്ഞ ഞാങ്ങടയാണെന്നും കരുതിക്കൊണ്ട് നടന്നു നീങ്ങുന്നവർ, ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ലെന്ന് കരുതുന്നവർ, ഈ സന്ധിയിൽ പോലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ, ജീവിതം നശിപ്പിച്ചെങ്കിലും ഒന്ന് ചിന്തിക്കുന്നവർ, ഡ്രഗ്സിന് അഡിക്റ്റഡ് ആയിരിക്കുന്നവർ, നിറഞ്ഞ യൗവനം ശോചനീയമാകുന്ന വിധത്തിൽ തിന്മയ്ക്ക് വേണ്ടി വെച്ചു കൊടുക്കുന്ന ചെറുപ്പക്കാർ, സ്നേഹത്തോടെ കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, അങ്ങയുടെ ശക്തി ഈ സന്ധിയിൽ നീ അയക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ അയക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ അയക്കണമേ. തളർന്നു പോകുന്ന ചെറുപ്പക്കാരുടെ മേൽ അയക്കണമേ. വിവിധങ്ങളായ അഡിക്ഷൻസിൽ കഴിയുന്ന ദൈവമക്കളുടെ മേൽ അയക്കണമേ. അങ്ങയുടെ വലത് കരം ഉയർത്തണമേ. അങ്ങയുടെ തകർക്കപ്പെട്ട കരം ഉയർത്തണമേ. സ്നേഹത്തോടെ വിളിച്ച് പ്രാർത്ഥിച്ചേന്. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. കരം നീട്ടണമേ യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ. കണ്ണുനീർ തുടയ്ക്കണമേ, കാരുണ്യം തൂകണമേ. കണ്ണുനീർ തുടയ്ക്കണമേ, കാരുണ്യം തൂകണമേ. കണ്ണുനീർ തുടയ്ക്കണമേ, കാരുണ്യം തൂകണമേ. സ്വന്തം മതസമൂഹത്തിലോ വിശ്വാസത്തിലോ പെടാത്തവർ, പ്രിയപ്പെട്ട മക്കൾ ചൂസ് ചെയ്യുന്ന അവരുടെ ജീവിത പങ്കാളി സ്വന്തം വിശ്വാസത്തിൽ വിശ്വാസ പാരമ്പര്യത്തിൽ അല്ലാത്തതിനാൽ ഏറെ വേദനിക്കുന്നൊരു മാതാവാണോ പിതാവാണോ നീ? മറ്റുള്ളവരുടെ മനസ്സ് തുറക്കാൻ അതുകൊണ്ട് കഴിയാത്ത വിധത്തിൽ വിഷമിക്കുന്ന ആളാണോ? ഞാനിനി എങ്ങനെ ഈശോയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുമെന്നതിനെ ഓർത്തുകൊണ്ട് വേദനിക്കുന്ന വ്യക്തിയാണോ? ഇതാ നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ഈശോ കടന്നു വരുന്നു. ഈശോ നിന്റെ അടുത്തേക്ക് വരുന്നു. ആരും തന്നെ സന്ദർശിക്കാത്തത് കൊണ്ട് നാളുകളായി ബെഡിൽ കിടക്കുന്നു. ആരും കാണാനില്ല, സ്നേഹിക്കാനില്ല, ശുശ്രൂഷിക്കാനില്ല. മക്കളെങ്ങോ അകലെയോ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ഫോൺ കോളുകൾ മാത്രമാണ് ഇന്ന്
മകനെക്കുറിച്ച് മകളെക്കുറിച്ച് ഈ അമ്മയ്ക്ക് കേൾക്കാനുള്ളത്. അങ്ങനെ വേദനിക്കുന്ന ഒരു അമ്മയാണോ നീ? ഒരു കിടപ്പ് രോഗിയാണോ നീ? ഇതാ ഈശോ നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ, നിന്നെ മാറോട് ചേർക്കാൻ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ ഈശോ നിന്റെ അടുത്തേക്ക് വരുന്നു. കിടക്കുന്ന ഇടങ്ങളിലേക്ക്, ആശുപത്രികളിലേക്ക്, ഹോസ്പൈസസുകളിലേക്ക്, വൃദ്ധമന്ദിരങ്ങളിലേക്ക്, നീ ആയിരിക്കുന്ന ഇടത്തിലേക്ക് ഈശോ കടന്നു വരുന്നു. അതെ കർത്താവേ, കരയുന്നവരുടെ കണ്ണുനീര് തുടക്കണമേ, അവരെ ചേർത്ത് പിടിക്കണമേ, അവർക്കായി നീ ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തണമേ. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുനീർ തുടയ്ക്കണമേ, കാരുണ്യം തൂകണമേ. കണ്ണുനീർ തുടയ്ക്കണമേ, കാരുണ്യം തൂകണമേ. കണ്ണുനീർ തുടയ്ക്കണമേ, കാരുണ്യം തൂകണമേ. എല്ലാ ക്യാൻസർ രോഗികളെയും ഈ സമയം ദിവ്യകാരുണ്യ ഈശോയെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. ഈ ഡയഗ്നോസിസ് ഈ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ളവരുണ്ട്. ഒരു വിധത്തിലും ഇനി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ എന്ന് ഓർത്ത് വേദനിക്കുന്നവർ, ഭയപ്പെടുന്നവർ, ഒരുപാട് വിഷമിക്കുന്നവർ, പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്തവർ, ദൈവമേ അങ്ങയുടെ സന്നിധിയിലേക്ക് എല്ലാ ക്യാൻസർ ബാധിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഈ സന്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മാമോദീസയിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും പരിശുദ്ധമായ പൗരോഹിത്യത്തിലൂടെയും തിരുസഭ എനിക്ക് നൽകിയിരിക്കുന്ന ആത്മീയമായ അധികാരം ഉപയോഗിച്ച് പരിശുദ്ധമായ സഭയോട് ചേർന്നുകൊണ്ട് ക്യാൻസർ ബാധിതരായിരിക്കുന്ന, ക്യാൻസർ രോഗികളായിരിക്കുന്ന എല്ലാവരുടെയും രോഗങ്ങളെ, രോഗപീഠകളെ, രോഗാണുക്കളെ ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. ദൈവമക്കളെ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ പെരേഗ്രയുടെ മധ്യസ്ഥത്തോട് ചേർന്നുകൊണ്ട് എല്ലാ ക്യാൻസർ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സൗഖ്യത്തിന്റെ കരം എല്ലാ ക്യാൻസർ ബാധിതരുടെ മേൽ ഇറങ്ങി വരട്ടെ. കർത്താവ് അനുഗ്രഹിക്കും. അങ്ങയുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, സ്പർശിക്കണമേ, എഴുന്നേൽപ്പിക്കണമേ. ട്യൂമറുകൾ കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഈശോയുടെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. മുറിവുകൾ സൗഖ്യം പ്രാപിക്കട്ടെ. ബ്രെയിൻ ട്യൂമറുകൾ സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കരങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുനീർ തുടയ്ക്കണമേ, സൗഖ്യം നീ പകരണമേ. കണ്ണുനീർ തുടയ്ക്കണമേ, സൗഖ്യം നീ പകരണമേ. കണ്ണുനീർ തുടയ്ക്കണമേ, സൗഖ്യം നീ പകരണമേ. മുട്ടുകൾ കുത്തി ഈശോയെ മാത്രം നോക്കി ആഴപ്പെട്ട നിശബ്ദതയിൽ ഈശോയോട് പറയുക, നിങ്ങൾ അനുഭവിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളിന്ന് കടന്നു പോകുന്നത് ഈശോയോട് പറയുക. വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? പറയുക, ഈശോയെ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഈശോയെ പഴയ പ്രാർത്ഥനാ ജീവിതം എന്നിൽ നിന്ന് എവിടെയോ പറന്നു പോയതുപോലെ, സ്നേഹിക്കാൻ കഴിയുന്നില്ല. ആദ്യ സ്നേഹം കൈവിട്ടു പോയതുപോലെ, ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ദുർബലമായി പോകുന്നു ഈശോ. വീണ തെറ്റിൽ വീണ്ടും വീണ്ടും വീണു പോകുന്നു. വല്ലാതെ വിഷമിക്കുന്ന ഈശോ, മനം വല്ലാതെ തളർന്നു പോകുന്നു. ഈശോയോട് പറയുക, അവരെല്ലാം മനസ്സിലാകും, അവനല്ലാതെ
വേറെ ആർക്കാണ് നമ്മളെ മനസ്സിലാവുക? നിന്റെ ജീവിതത്തിൻ്റെ ആദ്യന്തം ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ നിന്റെ ഇന്നലെയും ഇന്നും നാളെയും അറിയാവുന്നവൻ, അതെ, നമ്മുടെ ജീവന്റെ കാരണമായി ഈശോ അല്ലാതെ മറ്റാരാണ്? ഈശോയെ, ഞങ്ങളുടെ അടുത്തേക്ക് വരിക. എല്ലാവരും നിങ്ങളുടെ വീട്ടിലേക്ക് ഈശോയെ ക്ഷണിക്കുക. വിളിച്ചാൽ അവൻ നമ്മുടെ വീട്ടിലേക്ക് വരും. സക്കേബുസിന്റെ വീട്ടിലേക്ക് വന്നതുപോലെ, എമ്മാവൂസിലേക്ക് പോയി ശിഷ്യരുടെ വീട്ടിലേക്ക് പോയതുപോലെ, മർത്താ മറിയം ലാസറിന്റെ വീട്ടിലേക്ക് ചെന്നതുപോലെ, കനായിലെ വീട്ടിലേക്ക് ചെന്നതുപോലെ, പാപിനിയായ മറിയത്തിന്റെ വീട്ടിലേക്കും ശിമയോന്റെ വീട്ടിലേക്കും ചെന്നതുപോലെ ഈശോ വരും. ഈശോയെ, എൻ്റെ ഹൃദയ വീട്ടിലേക്ക് നീ വരണമേ, എൻ്റെ ഭവനത്തിലേക്ക് നീ വരണമേ, എൻ്റെ എല്ലാ അലച്ചിലുകളും എണ്ണുവാൻ നീ വരണമേ, എൻ്റെ മുറിവുകളെല്ലാം കാണാൻ നീ വരണമേ. ഈശോയെ വിളിക്കുക. ഈശോ നീ വന്നാലും ഹൃദയത്തിൽ നാഥനായി, സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. ഈശോ നീ വന്നാലും ഹൃദയത്തിൽ നാഥനായി, സ്നേഹത്തിലൊന്നായി നിന്നിൽ ലയിച്ചിടട്ടെ. കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി ഇപ്പോൾ താലോലിക്കുന്ന ഒരു അമ്മയാണോ നീ? കുഞ്ഞുങ്ങൾ അടുത്തോ പരിസരത്തോ ഉണ്ടോ? ആ കുഞ്ഞിനെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഈശോയോട്, ആ കുഞ്ഞിനോട് ചേർത്തുകൊണ്ട് ഈശോയോട് പറയുക, എൻ്റെ വീട്ടിലേക്ക് വരിക, എൻ്റെ കുഞ്ഞിനെ കാണാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ കാണാൻ, എൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും കാണുവാൻ. ഓ ഈശോ നീ വരിക, ഈശോ നീ വരിക. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈശോ. ഈശോ നീ വന്നാലും ഹൃദയത്തിൽ നാഥനായി, സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. വലതുകരം ഉയർത്തി നമുക്ക് പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ സഭയെയും സഭയിലെ എല്ലാ പ്രിയപ്പെട്ട പിതാക്കന്മാരെയും മാതാക്കളെയും ആത്മീയ ശുശ്രൂഷകരെയും സന്യസ്തരെയും ദൈവജനം മുഴുവനെയും ഈ നാളുകളിൽ തിരുസഭ കടന്നു പോകുന്ന സഭയുടെ എല്ലാ പ്രതിസന്ധികളെയും, പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ വിശ്വാസികളെയും, എല്ലാ ദൈവ ശുശ്രൂഷകരെയും കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, പീഡിത സഭയിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്ന സമയത്തും ദൈവമക്കൾക്ക് കരുത്ത് കൊടുക്കാൻ ഇതാ നാം അവൻ്റെ മുമ്പിൽ അല്ലാതെ മറ്റാരുടെ മുമ്പിലാണ് കരങ്ങൾ ഉയർത്തുന്നതും പ്രാർത്ഥിക്കുന്നതും. കർത്താവെ, പീഡിപ്പിക്കപ്പെടുന്ന ലോകത്തിന് വിധങ്ങളായ ഭാഗങ്ങളിൽ വേദന അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികളെയും സ്നേഹത്തോടെ അർപ്പിക്കുന്ന കർത്താവെ, അകാരണമായി വധിക്കപ്പെടുന്നവരുണ്ട്, വിധിക്കപ്പെടുന്നവരുണ്ട്, തുറങ്കിൽ അടയ്ക്കപ്പെടുന്നവരുണ്ട്, മോചനമില്ലാതെ കഴിയുന്നവരുണ്ട്, കുറ്റം ആരോപിക്കപ്പെടുന്നവരുണ്ട്, വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, വിശ്വാസി സമൂഹത്തിൽ ഒരുപാട് അൽമായരുണ്ട്, കത്തോലിക്ക സമൂഹത്തിൽപ്പെട്ടവരുണ്ട്, പ്രൊട്ടസ്റ്റന്റ് അഗോത്തോലിക്ക സഭാ വിഭാഗങ്ങളിൽ പെടുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇതാ അവനെ ശുശ്രൂഷ ചെയ്തതുകൊണ്ട് വേദനിക്കപ്പെടുന്ന എല്ലാ ക്രിസ്ത്യാനികളോടും ചേർന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയെ ഉയർത്തണമേ, സഭയെ ബലപ്പെടുത്തണമേ, പരിശുദ്ധമായ സഭയ്ക്ക് പുതിയ കരുത്ത് കൊടുക്കണമേ. രക്തസാക്ഷികളുടെ തിരുനണ ഉയർത്തി പിടിച്ചുകൊണ്ട് തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ അനുഗ്രഹിക്കണമേ, പീഡിത സഭയെ ശക്തിപ്പെടുത്തണമേ, പുതിയ കരുത്ത് കൊടുക്കണമേ, പുതിയ അഭിഷേകം കൊടുക്കണമേ, സഭാ തനയരെ ബലപ്പെടുത്തണമേ. വേദനിക്കുന്ന എല്ലാവരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു, വിഷമിക്കുന്ന എല്ലാവരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ കരുത്ത് നൽകണമേ. ഈശോയെ നന്ദി, ദൈവമേ ആരാധന.
കർത്താവേ, ആരാധന. ശക്തിയേക്കണമേ പരിശുദ്ധാത്മാവേ, കൃപകൾ നൽകണമേ പരിശുദ്ധാത്മാവേ, ശക്തിയേക്കണമേ പരിശുദ്ധാത്മാവേ, കൃപകൾ നൽകണമേ പരിശുദ്ധാത്മാവേ, സഭയെ ഉണർത്തണമേ പരിശുദ്ധാത്മാവേ, സഭയെ ഉണർത്തണമേ പരിശുദ്ധാത്മാവേ. നമുക്ക് ആരാധനയുടെ ഈ സമാപന സമയത്ത് ഇരു കരങ്ങളും ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിരുസഭയെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട്, ഒരു സെക്കൻഡ് പെന്തക്കോസ്റ്റ് കൊണ്ട്, രണ്ടാമതൊരു പന്തക്കോസ്ത് കൊണ്ടല്ലാതെ ഒരിക്കലും സഭയിൽ ഒരു പുതിയ ഉണർവോ പുതിയ ശക്തിയോ വ്യാപരിക്കുക എളുപ്പമല്ല. ചെറു ചെറു പ്രശ്നങ്ങളുടെ മേൽ ഒരുപാട് ചിന്ന ഭിന്നമാകുവാൻ പിശാചും അവൻ്റെ ദൂതന്മാരും രാപകലില്ലാതെ അധ്വാനിക്കുന്ന സമയത്ത് ദൈവജനം മുഴുവൻ ഒറ്റക്കെട്ടായി കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി തിരുസഭയെ ഒരുക്കുവാൻ തക്ക വിധത്തിൽ പ്രാപ്തമാകാൻ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തിരുസഭയുടെ മേൽ അയക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് സ്നേഹത്തോടെ ഈശോയെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, സഭയെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, സഭയ്ക്ക് പുതിയ കരുത്ത് കൊടുക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. സഭയുടെ മേൽ കൃപാവരങ്ങൾ നിറയ്ക്കണമേ. ഹല്ലേലൂയ. കൃപാവരങ്ങൾ നിറഞ്ഞ ഒരു തലമുറയെ ഉണർത്തണമേ. കൃപാവരങ്ങൾ നിറഞ്ഞ ഒരു തലമുറയെ ഉയർത്തണമേ. റൂഹ, പരിശുദ്ധ 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 റൂഹ. തിരുസഭയെ അനുഗ്രഹിക്കണമേ. നൽകണമേ പുത്തൻ പന്തക്കുസ്ത വീണ്ടും നൽകണമേ. പുത്തൻ പന്തക്കുസ്ത വീണ്ടും നൽകണമേ. പുത്തൻ പന്തക്കുസ്ത വീണ്ടും നൽകണമേ. പുത്തൻ പന്തക്കുസ്ത. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. സ്വർഗത്തിൽ നിന്നാഗതമോ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി
സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരേ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ യേശുവേ ഈശോയേ ഈശോ യേശുവേ എൻ്റെ യേശുവേ യേശുവേ ഈശോയേ യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് യേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാലും ഈ മണ്ണിൽ ജീവിച്ചിടും എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എന്റെ കർത്താവിൻ സ്നേഹത്തിൽ